ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചേട്ടനും അനിയനൊക്കെ പോയിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം സമയം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരം ഇരുട്ടി വരുവാണ്. അപ്പോൾ അതൊക്കെ മുന്നേ പെട്ടെന്ന് അതൊക്കെ കയ്യോടുകൂടി അങ്ങ് കഴുകിയെടുക്കാമെന്ന് കരുതി കേട്ടോ. ഇവിടെ ഭയങ്കര കൊതുക് ശല്യമാണ് കേട്ടോ. നമ്മൾ പാത്രം കഴുകണ ഈ ഒരു സ്ഥലമാണ്. കുറച്ചധികം പാത്രങ്ങൾ എനിക്ക് കഴുകാനും ഉണ്ട് കേട്ടോ. അങ്ങനെ കഴുകാനുള്ള പാത്രമൊക്കെ എല്ലാം അങ്ങ് മാറ്റിയിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കുവാണ് കേട്ടോ. ഇരുട്ട് വീണ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര ഇരുട്ടായിരിക്കും. ഇങ്ങോട്ടേക്ക് അടുക്കളയിലെ വെട്ടം കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഭയങ്കര കൊതുക് ശല്യമാണ്. നമ്മളിവിടെ നിർത്തുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ കൊതുക് കടിച്ചാലും നമുക്ക് സഹിക്കാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ ഒന്ന് കഴുകി റെഡിയായിട്ട് എടുത്ത് കേട്ടോ. അങ്ങനെ അത് ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് കഴുകി റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഉപ്പിട്ടു, പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തങ്ങ് മാറ്റി വെക്കുവാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഒരു പന്ത് പോലെ ഇരിക്കുന്ന പാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ വൈക്കത്തഷ്ടമിക്ക് അത് ദോശമാവൊക്കെ കലക്കി വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചായിരുന്നു. പക്ഷേ എനിക്ക് അതിനൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം ആ ഒരു പാത്രം വലുതല്ല. മേടിച്ചപ്പോഴത്തേക്കും മാവ് ഒരുപാട് കൊള്ളുമെന്നൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അത് അത്ര വലുതല്ല. പിന്നെ ആണെങ്കിൽ മാവൊക്കെ ഇങ്ങനെ പുറത്തേട്ട് പോകും. ചിലപ്പോൾ അത് മാവ് പുളിച്ച് പൊങ്ങുമ്പോഴത്തേക്കും. അപ്പം ഞാൻ വന്ന് എന്തിനെങ്കിലും എടുക്കാമെന്ന് എപ്പോൾ മേടിച്ചാലും മുളകൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം. ആ ഒരു പന്ത് പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ അതേ ചേട്ടനതൊക്കെ കൊണ്ട് തരുവാണ്. ആ ഒരു സൈഡിൽ വെച്ചേക്കണ ഒരു പാത്രമാണ് കേട്ടോ. ഇങ്ങനെ അതിൻ്റെ മൂടിങ്ങനെ പന്ത് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിന് പന്ത് പാത്രം എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ ചിക്കനൊക്കെ പെട്ടെന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുവാണ് കേട്ടോ. ഈ പാത്രത്തിലാണ് എപ്പോഴും ചിക്കനൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ കയ്യോടുകൂടി ആ ഉരുളിയും കൂടെ പോയി അങ്ങ് കഴുകി കേട്ടോ. അതിൻ്റെ അകത്ത് വേണം ഇനിയിട്ട് കറിയൊക്കെ വെക്കാനായിട്ട്. വേറെ ഒരു വലിയ ഉരുളിയുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ചിക്കൻ കുറച്ചല്ലേ ഉള്ളൂ. അങ്ങനത്തെ നേരെ അടുക്കളയിൽ വന്നതിന് ശേഷം കുറച്ച് ഇടിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ബാക്കി. അപ്പോൾ അതും കൂടി അങ്ങ് ആവി കയറ്റി വെക്കാമെന്ന് കരുതി. ഇവരാരെങ്കിലുമൊക്കെ കഴിച്ചോളും കേട്ടോ. ചേട്ടനും അനിയനും അമ്മയും കഴിക്കും. എനിക്ക് പലഹാരത്തിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് ചോറാണ് കേട്ടോ. ചോറ് നിർബന്ധമാണ്. എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 4, 5, 6 നേരമൊക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ ഇടിയപ്പമൊക്കെ പെട്ടെന്ന് അങ്ങ് ആവി കയറി ഇരിക്കട്ടെ. അതിന് ശേഷം പെട്ടെന്ന് തന്നെ ചിക്കൻ കറിയും റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ കൂട്ടി കഴിക്കാമല്ലോ. അമ്മയ്ക്കും അനിയനും ചേട്ടനും കൊടുക്കാമല്ലോ. അപ്പോൾ രാവിലെ മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ. മുട്ടക്കറി തീർന്നു പോയി. മുട്ടക്കറി കൃത്യമായിട്ടാണ് കേട്ടോ എടുക്കാറ്. അങ്ങനെ ഇടിയപ്പം ബാലൻസ് വന്നതാണ് കേട്ടോ. അപ്പോൾ അതവിടുന്ന് ആവി കയറട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ചിക്കനിലേക്കുള്ള സാധനങ്ങളൊക്കെ അരിയുവാണ് കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സബോള, ക്യാരറ്റ്, തക്കാളി, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ചിക്കനിലിടുന്നത്. ഇതിൽ തക്കാളി ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഇടുന്നത്. ഒരുപാട് എന്താ പറയുക, നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചിക്കൻ ഇങ്ങനെ കുറുകി വന്ന സമയം കൊണ്ട് തക്കാളി അലിഞ്ഞു പോകും കേട്ടോ. അതിലിപ്പോൾ ഏതും വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം ചിക്കനൊക്കെ നല്ല രീതിയിൽ കുറുകി അതൊന്ന് ഇറക്കാറായി കഴിയുമ്പോഴത്തേക്കും ഈ തക്കാളിയും കൂടെ അങ്ങ് അരിഞ്ഞിടുവാണെങ്കിൽ 2-3 മിനിറ്റത്തെ വേവ് കൊണ്ട് അത് സെറ്റായി കിട്ടും. തക്കാളി ഒരുപാട് അങ്ങ് ഉടഞ്ഞും പോകത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് ഉള്ളിയൊക്കെ അങ്ങ് പൊളിക്കുവാണ് കേട്ടോ. ഞാൻ നഗര് നീട്ടി വളർത്തിയതായിരുന്നു ഉള്ളിയൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ നഗര് മുറിഞ്ഞു പോയി. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഒരു വെളുത്തുള്ളി പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കറികൾക്കൊക്കെ കൂടുതലും ചുമന്നുള്ളി ഒന്നും ചേർക്കാറില്ലാത്തതുകൊണ്ട് സവോളയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി പൊളിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. സവോള ആകുമ്പോഴത്തേനും നമുക്കങ്ങനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ അതൊക്കെ പെട്ടെന്ന് അങ്ങ് അരിഞ്ഞ് റെഡിയാക്കി വെച്ച് കേട്ടോ. ഈ ഒരു കുഞ്ഞു പാത്രത്തിൽ ഇരിക്കുന്നത് മോരുകറിക്കുള്ളതാണ് കേട്ടോ. കൂടെ മോരുകറിയും കൂടെ റെഡിയാക്കാമെന്ന് കരുതി. ഞാനിവിടെ എപ്പോൾ ബീഫ് മേടിച്ചാലും ചിക്കൻ മേടിച്ചാലും കോമ്പിനേഷനായിട്ട് മോരുകറിയാണ് കേട്ടോ എനിക്ക് ആവശ്യം. അങ്ങനത്തെ ചിക്കനൊക്കെ അടുപ്പേ കയറ്റി വറുത്തൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് വറുത്ത് നേരെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ വറുക്കാനായിട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ ചിക്കനൊക്കെ അവിടെ ഇരുന്ന് വറങ്ങണ സമയം കൊണ്ട് ഇനി പോയിട്ട് കുറച്ച് അടിച്ച് വരാനുണ്ട്. കാരണം ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ അടുക്കളയിലെ കോലം. ഞാനാണെങ്കിൽ രാത്രിക്കാണെങ്കിലും വെളുപ്പിനാണെങ്കിലും ഈ പച്ചക്കറിയൊക്കെ അരിയുമ്പോഴത്തേക്കും പുറത്തേട്ട് പോകാറില്ല കേട്ടോ. അടുക്കളയിൽ തന്നെ നിന്നങ്ങ് അരിഞ്ഞ് എല്ലാം അങ്ങ് താഴേക്ക് ഇടുവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിലെ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഞാനിവിടെ മൊത്തം തുടച്ച് അടിച്ച് വാരി റെഡിയാക്കി നല്ല വെള്ളിക്കിണ്ണം പോലെ ആക്കി ഇടും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അങ്ങ് ഇടുന്നത്. പിന്നെ പുറത്ത് വലിയ വെളിച്ചമൊന്നുമില്ല. നമ്മൾ ക്യാമറ വെച്ചാലും ഭയങ്കര ഇരുളിമയായിരിക്കും കേട്ടോ. ഇപ്പം തന്നെ എൻ്റെ വീഡിയോയ്ക്കൊന്നും വലിയ ക്ലാരിറ്റി ഇല്ലെന്ന് ഒട്ടുമിക്കവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതെന്തുകൊണ്ടാണ് എന്നൊന്നും എനിക്കറിയാൻ പാടില്ല, അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്തത്. ഞാൻ മാക്സിമം ക്ലാരിറ്റിയോട് കൂടിയൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഈ അടിക്കലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം പോയി ഒന്ന് കുളിക്കണം. അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കണം കേട്ടോ. ഭയങ്കര ക്ഷീണമാണ്, തലവേദനയും തലകറക്കവും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളൊക്കെയാണ് കേട്ടോ. പിന്നെ ചിക്കൻ എന്നോട് തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഉണ്ടാക്കിയാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതിലിട്ട് കൂട്ട് നിന്നതാണ്. അല്ലെങ്കിൽ അമ്മേനെ കൊണ്ടാട്ടോ റെഡിയാക്കിക്കത്തുള്ളൂ. അങ്ങനത്തെ അനിയൻ വന്നിട്ട് ഷോർട്സ് എടുക്കുന്നില്ലേ, വീഡിയോ എടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു സമയവും സാഹചര്യമൊക്കെ ഒക്കുവാണെങ്കിൽ മാത്രം എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് പെറുക്കി വന്നൊന്ന് കിടക്കാമെന്ന് വെക്കുമ്പോഴത്തേക്കും പിള്ളേർ എഴുന്നേക്കും, പിന്നെ വഴക്കായി ബഹളായി. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനത്തെ ചിക്കനൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കേട്ടോ. ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ചിക്കനെല്ലാം മസാലയൊക്കെ ചേർത്ത് എല്ലാം അടുപ്പത്ത് കയറ്റിയ വീഡിയോ ആണ് കേട്ടോ. തൊട്ടപ്പുറത്ത് മൺചട്ടിയും കൊണ്ടുവച്ചു, അതിലാണ് ഞാൻ മോരുകറി ഉണ്ടാക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2-3 പ്രാവശ്യം മോരുകറി ഉണ്ടാക്കിയതും ഈ ഒരു മൺചട്ടിയിലാണ് കേട്ടോ. അതാകുമ്പോഴത്തേനും കേട് കൂടാണ്ട് എത്ര ദിവസം വേണേലും ഇരിക്കും കേട്ടോ. നമ്മൾ മറ്റേ അലുമിനിയം പാത്രത്തിലൊക്കെ വെച്ചിട്ട് ആണെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒരു സൈസ് കളറ് പിടിക്കുവാണ് കേട്ടോ. അങ്ങനത്തെ ചിക്കനൊക്കെ ഒന്ന് കുറുകിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറുകി വരുമ്പോഴത്തേക്കും ലാസ്റ്റാണ് ഞാൻ കുരുമുളക് പൊടി, കറിവേപ്പില, അതേപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ തക്കാളി അത്രയും ചേർക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ചട്ടിയിലോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാകണ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ വട്ടത്തിൽ അരിഞ്ഞ് പെറുക്കി അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. കുറച്ചധികം തക്കാളി ആയിപ്പോയി കേട്ടോ. 1-2 എടുത്താൽ മതിയായിരുന്നു. പിന്നെ കുഴപ്പമില്ല. ചിക്കനിൽ തക്കാളിയൊക്കെ ചേർത്തുണ്ടാക്കണതും മധുരം ചേർത്തുണ്ടാക്കണമൊക്കെ ഇവിടെ അനിയനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റേതായ ഇഷ്ടം നോക്കണതിനൊക്കെ കൂടുതൽ വീട്ടിലുള്ളവരെ ഇഷ്ടം നോക്കിയാണ് കേട്ടോ ഫുഡൊക്കെ പാചകം ചെയ്യണേ. അതാകുമ്പോഴത്തേക്കും നമുക്കൊരു തൃപ്തി കിട്ടും. നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ, അവരുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ. അങ്ങനെ ചിക്കനൊക്കെ അവിടെ കുറുകാൻ വെച്ച് കേട്ടോ. ആ സമയം കൊണ്ട് പെട്ടെന്ന് പോയിട്ട് മോരുകറി ഉണ്ടാക്കുവാണ്. ഇന്ന് പ്രത്യേകിച്ച് വെള്ളരിക്കോ അങ്ങനെ കഷ്ണങ്ങളോ ഒന്നും ഇടാനില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ തേങ്ങ അരയ്ക്കുന്നില്ല. തേങ്ങ അരയ്ക്കാണ്ട് ഉള്ള മോരുകറിയാണ് കേട്ടോ ഇത്തവണ. ഞാൻ എപ്പോഴും ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും തേങ്ങയൊക്കെ അരച്ച് കുറുക്കിയാണ് എടുക്കാറ്. പക്ഷേ എങ്കിൽ ഇത്തവണ വെള്ളരിക്കൊന്നുമില്ലായിരുന്നു, പിന്നെ തേങ്ങയില്ല. എനിക്ക് അടുത്ത ദിവസം പോയിട്ട് വേണം സാധനങ്ങളെല്ലാം വീട്ടിലേക്കുള്ള മേടിക്കാനായിട്ട് കേട്ടോ. അങ്ങനത്തെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ല രീതിയിൽ അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ചിക്കൻ ഇവിടെ നിന്ന് ആകുന്നുണ്ട്. ഇനിയിപ്പോൾ തീ കുറച്ച് വെച്ചിട്ടൊന്ന് അടച്ച് വെക്കണം. ആ സമയം കൊണ്ട് പാകത്തിന് നല്ല രീതിയിൽ കുറുകി വരും കേട്ടോ. അങ്ങനെ നമ്മുടെ മോരുകറിക്കുള്ള പച്ചമുളകും മഞ്ഞപ്പൊടിയൊക്കെ കൂടെ ഒന്നിട്ട് കേട്ടോ. ഞാൻ മോരുകറിക്ക് അധികം മഞ്ഞപ്പൊടി ഇടും കേട്ടോ. കുത്തരൊന്നും ഉണ്ടാവത്തില്ല. എനിക്കിങ്ങനെ മോര് നല്ല മഞ്ഞ കളറിൽ ഇരിക്കണതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ഒരു ഇളം കളറിൽ ഇരിക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മഞ്ഞ കളറ് ഒരുപാട് ചേർക്കും, മഞ്ഞപ്പൊടി ചേർക്കും. അതേപോലെ തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കാനാണെങ്കിൽ അതിലും മഞ്ഞപ്പൊടി ചേർക്കും കേട്ടോ. അങ്ങനെ വന്നിട്ട് നമ്മുടെ തൈര് കയ്യിലിട്ട് അങ്ങ് ഒഴിക്കുവാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അത് എന്ന് പറയുമ്പോൾ നല്ലപോലെ അങ്ങ് ചൂടായാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് തിളയ്ക്കുകയൊന്നും വേണ്ട. തിളച്ച് കഴിഞ്ഞാൽ ഈ പാല് പിരിയുന്നു, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ചിക്കനിലിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പച്ചക്കറി വേപ്പിലയും ഇട്ടിട്ട് ചിക്കനൊന്ന് മൂടി വെച്ച് ഒന്നുകൂടി ലോ ഫ്ലെയിമിലിട്ട് വേവിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, സി യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ.